സമയം അല്പം മുമ്പോട്ട് പോയിരിക്കുന്നതുകൊണ്ട് ആമുഖങ്ങളൊന്നും കൂടാതെ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഈ പ്രാരംഭ യോഗത്തിൽ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശം നൽകിയ ഒരു സന്ദേശം വളരെ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു സങ്കീർത്തന വാക്യമാണ്. 87-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം. ആ സങ്കീർത്തനത്തിൻ്റെ സമാപന വാക്യം നിങ്ങളിൽ ഒരാൾക്ക് ഇപ്പോൾ ശബ്ദമുയർത്തി ഒന്ന് വായിക്കാം. എൻ്റെ ഉറവുകൾ ഒക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നതിൻ്റെ സ്നേഹത്തിനായി നന്ദിയോടെ 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 ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മക്കൾ ഏറെ നാളുകൾ പ്രാർത്ഥിച്ചാഗ്രഹിച്ച് ക്രമീകരിച്ച ഈ ആത്മീക ശുശ്രൂഷ ഇന്ന് രാത്രി ഇത്ര കൃപയോടെ ആരംഭിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രാരംഭ യോഗത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ട് നിൻ്റെ വിലയേറിയ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളായി നിൻ്റെ വചനത്തോട് ചേർന്നിരിക്കുന്ന നിൻ്റെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുമെന്ന് വാക്കുപറഞ്ഞ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ ഒന്നിച്ചു നീ അനുഗ്രഹിക്കുമാറാകണം. അടിയനെ ക്രൂശിൻ്റെ പുറകിൽ നിർത്തണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന നിൻ്റെ വചനം, ഞങ്ങളെ ശക്തീകരിക്കുന്ന നിൻ്റെ വചനം, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിൻ്റെ വചനം, ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിനും ശുശ്രൂഷയ്ക്കും തടസ്സം നിൽക്കുന്ന എല്ലാ പോരാട്ടങ്ങളെയും അന്യഥാ ചിന്തകളെയും യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൂരീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയനെ ക്രൂശിൻ്റെ പുറകിൽ നിർത്തണമേ. നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ, ആമീൻ. നിങ്ങളെക്കാൾ ഞങ്ങൾക്കടുത്ത് ഇടപ്പാവൂർ എന്ന ഗ്രാമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നു പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ പേർ സഹോദരൻ A.T. ജോസ് എന്നായിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. ശുശ്രൂഷ തികച്ച് നിത്യതയിൽ കർത്താവിനോടുകൂടെ വിശ്രമിക്കുകയാണ്. ഒരു സഭകളുടെയോ സംഘടനകളുടെയോ പിന്തുണയില്ലാതെ വിശ്വാസത്താൽ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഈ ദൈവദാസനും കുടുംബവും പല വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ മുന്നേറുകയാണ്. ജീവിത ചെലവുകൾ വളരെ ഞെരുക്കത്തിൽ മുന്നോട്ട് പോകുന്ന കാലം. ഒടുവിൽ താമസിച്ച വീടിൻ്റെ വാടക മാസങ്ങളോളം മുടങ്ങിയപ്പോൾ വീട്ടുടമസ്ഥൻ താക്കീതു നൽകി. വാടക തരാതെ താമസം തുടരുക സാധ്യമല്ല. ഒരു ദിവസം അത് സംഭവിച്ചു. വാടക മുടങ്ങി എന്നുള്ള കാരണത്താൽ ഈ ദേവദാസനെയും തൻ്റെ പ്രിയപ്പെട്ടവളെയും 2 കുഞ്ഞുങ്ങളെയും ആ വീട്ടുടമസ്ഥൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ്. തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി കർത്തൃദാസൻ ഉണ്ടായിരുന്ന കുറച്ച് വീട്ടുസാധനങ്ങൾ കയ്യിൽ തൂക്കിയെടുത്ത് വീടിന് വെളിയിലേക്ക് ഇറങ്ങി. എങ്ങോട്ട് പോകും, എവിടെ ചെന്ന് കയറും, ഒരെത്തും പിടിയുമില്ല. പെരുവഴിയിലേക്ക് ആ കുടുംബം ഇറങ്ങി അല്പം മുമ്പോട്ട് നടക്കുമ്പോൾ അവിടെ റോഡരികിൽ ഒരു വെയിറ്റിംഗ് ഷെഡുണ്ട്. അവിടേക്ക് കയറി നിന്നു. സമയം സന്ധ്യോടെടുക്കുന്നു. ചുറ്റുപാടുകൾ ഇരുൾ പരക്കുന്നു. യൗവനക്കാരിയായ ഭാര്യയും കുഞ്ഞുങ്ങളുമായി വഴിവക്കിൽ ഈ വെയിറ്റിംഗ് ഷെഡിൽ അന്തി ഉറങ്ങുന്നത് പന്തിയല്ല എന്ന് ദൈവദാസന് നന്നായി അറിയാം. അദ്ദേഹം അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ അതുവഴി കടന്നു വന്ന മർത്തോമക്കാരനായ ഒരു പിതാവ് ഈ ദൈവദാസനെ പരിചയമുണ്ട്. കാരണം ഇദ്ദേഹം ഈ വീടുകളിലൊക്കെ കയറി ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവ പുരുഷനാണ്. ദൈവദാസൻ കുടുംബമായി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ പിതാവ് വെറുതെ ലോഹ്യം ചോദിക്കുന്നു, എന്താ ഉപദേശി, സന്ധ്യയായപ്പോൾ കുടുംബമായി എങ്ങോട്ടോ യാത്രയ്ക്കുള്ള ഒരുക്കമാണെന്ന് തോന്നുന്നല്ലോ. ബ്രദർ ജോസിൻ്റെ മറുപടി, അല്ല അച്ചായ, യാത്രയ്ക്ക് നിൽക്കുകയില്ല. താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വാടക മുടങ്ങിയതിനാൽ
ഞങ്ങളെ ഇറക്കി വിട്ടിരിക്കുന്നു. എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കേട്ട ആ മനുഷ്യനെ പിതാവ് പറഞ്ഞ മറുപടി, അയ്യോ ഉപദേശി എന്തിനാ ഭാരപ്പെടുന്നത്? ദുബായിലുള്ള ഞങ്ങളുടെ മകൻ പുത്തൻ വീട് പണിതു. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് താമസം മാറ്റിയിരിക്കുന്നു. പഴയ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒത്തിരി പഴയ വീടാണത്. വൃത്തിയായി സൂക്ഷിക്കാൻ, അവിടെ പാർക്കാൻ ഞങ്ങളൊരു കുടുംബത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. വാടകയൊന്നും തരേണ്ട, വന്നാട്ടെ എന്ന് പറഞ്ഞ് ഈ ദൈവദാസനെയും കുടുംബത്തെയും കൂട്ടി തൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് ആ പഴയ പക്ഷേ നല്ല ആ വീടിൻ്റെ താക്കോൽ ദൈവദാസൻ്റെ കരങ്ങളിലേക്ക് കൈമാറി. നിറഞ്ഞ കണ്ണുകളോടെ ബ്രദർ A.T. ജോസ് ആ വീടിൻ്റെ താക്കോൽ തൻ്റെ കരങ്ങളിൽ ഏറ്റുവാങ്ങി ഭാര്യയും കുഞ്ഞുങ്ങളുമായി ആ വീടിനുള്ളിൽ പ്രവേശിച്ച ദൈവത്തിന് നന്ദി പറയാൻ ആ വീടിൻ്റെ തറയിൽ മുഴങ്കാൽ മടക്കി. ഇങ്ങനെ കരുതുന്ന ഒരു ദൈവമുണ്ടോ? ഭക്തൻ്റെ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയാൽ നിറഞ്ഞു. താൻ അറിയാതെ ആത്മാവിൻ്റെ നിറവിൽ ദൈവിക കരുതലിനെ കുറിച്ച് താൻ ഇങ്ങനെ പാടി, അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനിന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ? കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നത് എന്തിന് നീ എന്ന് ആരംഭിക്കുന്ന ഈ പ്രസിദ്ധമായ ഗാനം നാം ഒരു കാര്യം ഓർക്കണം. ഇത് പാടിയ ഭക്തൻ വേല തികച്ച് ലോകത്തിൻ്റെ തിരശ്ശീലക്കപ്പുറത്തു പോയി നിത്യതയിൽ വിശ്രമിക്കുകയാണ്. പാട്ടുകാരൻ മരിച്ചിട്ടും ഇന്നും ഈ പാട്ട് മരിച്ചില്ല എന്നതിന് കാരണം ഞാൻ വിശ്വസിക്കുന്നു, ആ പാട്ടിൻ്റെ പിന്നിൽ പാട്ടുകാരൻ്റെ ഹൃദയമുള്ളത് കൊണ്ടാണ്, കണ്ണുനീരിൻ്റെ നനവ് ആ ഗാനത്തിനുള്ളത് കൊണ്ടാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായി ചേർത്തിരിക്കുന്ന 150 സങ്കീർത്തനങ്ങളും ഇങ്ങനെ തന്നെ പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നടത്തിയെടുത്തിട്ടുള്ള അനുഗ്രഹീതങ്ങളായ ആരാധന ഗീതങ്ങളാണ്. തപ്പിൻ്റെയും കിന്നരത്തിൻ്റെയും വാദിത്രത്തിൻ്റെയും കൈത്താളത്തിൻ്റെയും കാഹളത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടെ ദൈവജനമായ ഇസ്രായേൽ വീണ്ടെടുപ്പുകാരനായ യഹോവയാം ദൈവത്തെ ആരാധിച്ചു പാടിയ 150 അനുഭവ ഗാനങ്ങൾ. ഞാൻ ഇന്ന് രാത്രി സമയത്തിൻ്റെ പരിമിതിയിൽ ഈ സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു വിശദീകരണത്തിന് തുനിയുന്നില്ല. ഇങ്ങനെ രചിക്കപ്പെട്ട 150 സങ്കീർത്തനങ്ങളിൽ ഏതാണ്ട് 1 ഡസൻ സങ്കീർത്തനങ്ങൾ, 12ഓളം സങ്കീർത്തനങ്ങൾ കോരഹ് പുത്രന്മാരുടെ സംഭാവനയാണ്. ഇന്ന് രാത്രി നാം ധ്യാനത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത 87-ാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകത്തിൽ നാം വളരെ വ്യക്തമായി ഇങ്ങനെ കാണുന്നു, കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം, ഒരു ഗീതം. എന്താകാം ഈ പാട്ടുകൾ പാടാൻ കോരഹ് പുത്രന്മാരെ പ്രേരിപ്പിച്ച സംഭവം? അതിൻ്റെ കാരണം ദൈവവചനത്തിൽ, പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ ഇവരുടെ പിതാവായ കോരഹിനെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവത്തോടുള്ള ബന്ധത്തിൽ
നമുക്ക് പരിചയപ്പെടുവാൻ കഴിയുന്നുണ്ട്. വിസ്തൃതമായ ആ വേദഭാഗത്തിൻ്റെ വായനയിലേക്ക്, വിശദീകരണങ്ങളിലേക്ക് ഒന്നും ഇപ്പോൾ കടക്കുന്നില്ല. സമയം അതിനനുവദിക്കുന്നില്ല. ദൈവപുരുഷനായ മോശയുടെ നേതൃത്വത്തിൽ ദൈവജനം മിസ്രൈമിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി കനാനിലേക്ക് പ്രയാണം ചെയ്തു പോകുമ്പോൾ അവരുടെ പ്രയാണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ലക്ഷക്കണക്കായ ദൈവജനത്തിൻ്റെ നടുവിൽ ശക്തമായ ചേരിതിരിവിന് രൂപം നൽകിക്കൊണ്ട് ദൈവത്തോടും ദൈവദാസന്മാരോടും മരുഭൂമിയിൽ മത്സരമുയർത്തുന്ന ഒരു മത്സര സംഘത്തിൻ്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന കോരഹിനെ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളിൽ നാം കാണുകയാണ്. കോരഹ്, ദാഥാൻ, അബീരാം, ഓൻ എന്നീ 4 നേതാക്കന്മാർ എഴുന്നേറ്റ് ഇസ്രായേലിലെ പ്രമാണികളായ 250ഓളം പുരുഷന്മാരെ തങ്ങളോട് ചേർത്തു നിർത്തി മോശയ്ക്കും അഹരോനും ദൈവത്തിനും വിരോധമായി മരുഭൂമിയിൽ മത്സരിക്കുന്ന ഒരു ചിത്രം. പ്രിയപ്പെട്ടവരെ, ഈ മത്സര സംഘത്തിന് സംഭവിച്ച ദാരുണമായ ന്യായവിധിയെക്കുറിച്ചും അതേ അധ്യായത്തിൽ തന്നെ ദൈവാത്മാവ് പ്രസ്താവിക്കുന്നുണ്ട്. ഈ 4 നേതാക്കന്മാർ, കോരഹ്, ദാഥാൻ, അബീരാം, ഓൻ എന്നീ 4 നേതാക്കന്മാർ ദൈവ കോപത്തിൻ്റെ ഫലമായി ഭൂമി വായ്പിളർന്ന് അവരെ വിഴുങ്ങിക്കളയുകയും അവരോട് ചേർന്ന് നിന്ന 250ഓളം പുരുഷന്മാർ സ്വർഗത്തിൽ നിന്ന് ദൈവമയച്ച ന്യായവിധിയുടെ അഗ്നിയാൽ ഇസ്രായേൽ പാളയത്തിൽ നിർമൂലമായി സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി ഇസ്രായേൽ പാളയത്തിൽ സംഹാര താണ്ഡവം നടത്തുമ്പോൾ ലക്ഷക്കണക്കായ ഇസ്രായേൽ ജനത ഭയാനകമായി കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുമ്പോൾ കോരഹിൻ്റെ 3 ആൺമക്കൾ അസൂർ, എൽക്കാന, അബിയാസാഫ് എന്നിങ്ങനെയാണ് ആ യൗവനക്കാരുടെ പേരുകൾ. അവരും ഈ ദാരുണമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാർക്കൊരു സത്യം ബോധ്യമായി. ദൈവത്തോടും ദൈവദാസന്മാരോടും മത്സരിച്ച് ദൈവകോപം ക്ഷണിച്ചു വരുത്തിയ പിതാക്കന്മാരെ ഗ്രസിച്ച ദൈവത്തിൻ്റെ ന്യായവിധി തങ്ങളെയും വിഴുങ്ങുവാൻ സാധ്യതയുണ്ട്. ഈ സമീപിച്ചിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം അവർ ആലോചിച്ചു. ചില അധ്യായങ്ങൾ പിന്നിടുമ്പോൾ സംഖ്യാപുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ മോശ വീണ്ടും ഈ സംഭവത്തെ അനുസ്മരിക്കുമ്പോൾ ഇങ്ങനെ ചേർത്തു പറയുന്നു: എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. പിതാക്കന്മാരും സംഘവും പൊടുന്നനവേ ദൈവകോപത്താൽ സംഹരിക്കപ്പെട്ടപ്പോൾ ഈ കോരഹിൻ്റെ മക്കൾ എങ്ങനെ ദൈവിക ന്യായവിധിയിൽ നിന്ന് ഒഴിവായി? അന്ന് അക്കാലത്ത് അങ്ങനെയുള്ള ഒരാൾക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ മരുഭൂമിയിലെ ആരാധന സ്ഥലമായ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ യാഗപീഠം എന്നൊരു വിശുദ്ധ ഉപകരണം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ യാഗപീഠത്തിന് 4 ദിക്കുകളിലേക്കും വിടർന്ന് വിരിഞ്ഞു നിൽക്കുന്ന യാഗപീഠത്തിൻ്റെ കൊമ്പുകളുണ്ട്. അറിയാതെ പാപം ചെയ്തു പോയ ഒരുവൻ ഓടിപ്പോയി ദൈവാലയത്തിൻ്റെ പ്രാകാരത്തിലെ ഈ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചാൽ അവൻ മരണശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഈ വസ്തുത ഓർമ്മ വന്ന കോരഹിൻ്റെ പുത്രന്മാർ അവർ നിന്നിരുന്ന മരണത്തിൻ്റെ ഭൂമികയിൽ നിന്ന് ഓടിപ്പോയി ആലയത്തിൻ്റെ പ്രാകാരത്തിലെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിക്കുകയാൽ യഹോവയുടെ യാഗപീഠത്തിൽ ശരണം വെക്കുകയാൽ ദൈവത്തിൻ്റെ മഹാകരുണ ഒന്നുകൊണ്ട് മാത്രം മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഈ ഭക്തന്മാർ പിൽക്കാലത്ത് തങ്ങളെ വിടുവിച്ചു പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ അളവില്ലാത്ത കൃപകളെ ആത്മാവിൽ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്: എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ഇന്ന് രാത്രി 2022 ആദ്യ വെള്ളിയാഴ്ച സന്ധ്യയിൽ
ആർക്ക് ഈ പല്ലവി ഇതേ ആത്മാവിലും ആത്മാർത്ഥതയോടും പാടുവാൻ കഴിയും എന്ന് ചോദിച്ചാൽ, കാലത്തിന്റെ തികവിൽ കാൽവറിയുടെ നെറുകയിൽ ദൈവമുയർത്തിയ ജീവനുള്ള യാഗപീഠമായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആത്മാവിൽ അത് പാടാൻ കഴിയും. അവർക്ക് പാടാതിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ഹല്ലേലൂയ. എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന, ഈ പ്രാരംഭ യോഗം അവസാനിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരും പലയിടങ്ങളിലായി വചനം ശ്രദ്ധിക്കുന്നവരുമായ ദൈവജനം ഏക സ്വരത്തിലും ഏക ആത്മാവിലും ഈ ഈരടി ഏറ്റുപാടാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്നാണ്. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. എൻ്റെ ഉറവുകളൊക്കെയും ദൈവത്തിൽ നിന്നാണെന്ന്, ഞാൻ അനുഭവിക്കുന്ന നന്മകൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് പൗലോസിന്റെ ശൈലിയിൽ പറഞ്ഞാൽ, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാണ് എന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പാട്ടിന്റെ പല്ലവി ഏറ്റുപാടുന്ന രണ്ട് വിഭാഗക്കാരെ നാം ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് സംഗീതക്കാർ, മറ്റേത് നൃത്തം ചെയ്യുന്നവർ. ഈ രണ്ട് കലാപരിപാടികളും ധാരാളം കണ്ടിട്ടുള്ളവരാണ് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരും. പക്ഷെ ഞാൻ ഇതുവരെയും നൃത്തക്കാരൻ പാട്ടുപാടുന്നത് കണ്ടിട്ടില്ല, പാട്ടുകാരൻ നൃത്തം ചെയ്യുന്നതും പതിവല്ല. പിന്നണിയിൽ നിന്ന് പാടുന്ന പാട്ടിന്റെ താളത്തിൽ വേദിയിൽ നൃത്തം ചവിട്ടുകയാണ് നർത്തകന്റെ ജോലി. എന്നാൽ ഇവിടെ ദൈവകൃപ അനുഭവിക്കുന്ന നർത്തകനും അറിയാതെ ആ പല്ലവി അങ്ങ് പാടുകയാണ്, എൻ്റെ ഉറവുകളൊക്കെയും നിന്നിൽ ആകുന്നു. ഹല്ലേലൂയ. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു. ദൈവവചനം നാം ആദ്യം മുതൽ പരിശോധിച്ചാൽ, സ്നേഹസമ്പന്നനായ നന്മസ്വരൂപനായ ദൈവം നമ്മുടെ അനുഗ്രഹത്തിനായി നന്മയ്ക്കായി തുറന്ന് നൽകിയവയും നൽകുന്നവയുമായ അനേകം ഉറവുകളെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി സമയത്തിൻ്റെ പരിമിതിയിൽ അവയെല്ലാം പ്രസ്താവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ദൈവത്തിങ്കൽ നിന്ന് നമുക്കായി തുറക്കപ്പെട്ടതും തുറക്കപ്പെടുന്നതുമായ ചില പ്രധാന ഉറവുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവജനത്തിൻ്റെ വിലയേറിയ പ്രാർത്ഥന വളരെ വിനയത്തോടെ ഞാൻ ഒരിക്കൽ കൂടെ അപേക്ഷിച്ചു കൊള്ളട്ടെ. ചില വാക്യങ്ങൾ വേഗത്തിൽ നിന്നെടുത്ത് വായിക്കുന്നത് അനുഗ്രഹമാകും, സഹായമാകും. ഓൺലൈനിലും ധാരാളം പേർ കേൾക്കുന്നത് കൊണ്ട് മൈക്കിലൂടെ വായിക്കുന്നത് കൂടുതൽ അങ്ങനെയുള്ളവർക്ക് ഉപകാരമാകുമല്ലോ. സഖരിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. സഖരിയ പ്രവചനം 13-ാം അധ്യായം ആദ്യ വാക്യം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. ഇന്നേക്ക് ഏതാണ്ട് 2600 ആണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന ഇസ്രായേലിലെ പ്രഗത്ഭനായ പ്രവാചകൻ സഖരിയാവ് ഒരിക്കൽ പ്രവചന കുന്നിന്മേൽ നിൽക്കുമ്പോൾ ദൈവാത്മാവിനാൽ ഭരിക്കപ്പെട്ടവനായി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മഹാസംഭവത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, അന്നാളിൽ ഒരു ഉറവ് തുറന്നിരിക്കും, പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറക്കപ്പെടും. സഖരിയാവ് ഈ വാക്കുകൾ പ്രസ്താവിച്ചു ചില നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന നാഴികകളോട് അടുക്കുമ്പോൾ ക്രൂശീകരണത്തിൻ്റെ തൊട്ടു തലേ സന്ധ്യയിൽ യെരൂശലേമിലെ വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറിയിൽ
കർത്താവും ശിഷ്യന്മാരും അവസാനത്തെ പെസഹ ആചരണത്തിനായി ഒത്തുകൂടുകയാണ്. മുന്നമേ ക്രമീകരിച്ച മാളികമുറിയിൽ അവർ ഒന്നിച്ചു ഭക്ഷണത്തിനിരിക്കുമ്പോൾ അന്ന് ശിഷ്യന്മാർക്കിടയിൽ ചില സംശയങ്ങളും ചിന്താക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. കാരണം അവിടുത്തെ രീതി അനുസരിച്ച്, യഹൂദ മര്യാദ അനുസരിച്ച് ഭക്ഷണത്തിന് മുമ്പ് ഒരാൾ മറ്റുള്ളവരുടെ കാലുകൾ കഴുകുന്ന പതിവുണ്ട്. ഇവിടെ ഉന്നത കുലജാതന്മാർ എന്ന് അഭിമാനിക്കുന്ന ദുരഭിമാനികളായ ശിഷ്യന്മാർ മനസ്സിൽ വലിപ്പം ഭാവിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളിൽ ആരുടെ കാലുകളാണ് കഴുകേണ്ടത്? സാധാരണ ഒരു മിശ്രൈമ്യ അടിമയുടെ ജോലിയാണ് ഈ പാദപ്രക്ഷാളനം. ഇവരിങ്ങനെ മനസ്സിൽ വലിപ്പം ഭാവിച്ചടങ്ങിയിരിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ആ സന്ധ്യയിൽ അവരുടെ നടുവിൽ നിന്ന് ഒരടിമ എഴുന്നേറ്റു. എൻ്റെ കർത്താവ് തന്നെ ഒരടിമയുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് മറുകയിൽ തുവർത്തുമായി തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾക്കരികിലേക്ക് നീങ്ങി പലരുടെയും കാലുകൾ കഴുകി പത്രോസിനരികിൽ എത്തുമ്പോൾ ദുരഭിമാനിയായ പത്രോസ് കാലുകൾ പിൻവലിച്ചിട്ട് യേശുവിനെ വിലക്കാൻ ശ്രമിക്കുന്നു. ഗുരു, അങ്ങനെ കഴുകുന്നുവോ? അതിൻ്റെ കാര്യമില്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ യേശു കർത്താവ് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന മറുപടി നമുക്ക് പരിചിതമാണ്. കർത്താവ് പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നെ കഴുകഞ്ഞാൽ നിനക്കെന്നോടുകൂടെ പങ്കും ഓഹരിയുമില്ല. വിശുദ്ധ പത്രോസായാലും ശരി, യേശുവിനാൽ കഴുകപ്പെടാതെ ദൈവരാജ്യത്തിൽ പ്രവേശനമില്ലെന്ന് അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കർത്താവ് പ്രസ്താവിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പത്രോസിന്റെ അഭിപ്രായം മാറുകയാണ്. അവൻ പിന്നെ പറയുന്നത്, അങ്ങനെയെങ്കിൽ ഗുരു, കാലു മാത്രം പോരാ, എൻ്റെ തലയും ദേഹവും കൈയുമൊക്കെ നീ അങ്ങ് കഴുകണം എന്നാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പത്രോസ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ പത്രോസിൻ്റെ ആത്മാവുള്ള ഒരുപാട് പേർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, ആവശ്യപ്പെടുന്നത് പോലെ അവൻ്റെ മുമ്പിൽ ഒന്ന് വിനയപ്പെടാനോ വിധേയപ്പെടാനോ മനസ്സില്ല. നാം ആവശ്യപ്പെടുന്നത് പോലെയൊക്കെ നമ്മെ കഴുകുന്ന കർത്താവിനെയാണ് നമുക്കൊക്കെ ഇഷ്ടം. നാം പറയുന്നതിനെല്ലാം തലകുലുക്കുന്ന, നാം ചോദിക്കുന്നതെല്ലാം തരുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ആമീൻ പറയുന്ന ഒരു കർത്താവ്. എന്നാൽ മാളികമുറിയിലെ യേശുവിൻ്റെ മനോഭാവം, പത്രോസേ, നീ പറയുന്നത് പോലെയൊക്കെ നിന്നെ കഴുകുകയല്ല, എന്നാൽ കഴുകപ്പെടാൻ എൻ്റെ ഇഷ്ടത്തിന് നിന്നെ വിനയപ്പെടുത്തുക, വിധേയപ്പെടുത്തുകയാണ് ഇപ്പോൾ കരണീയം. അന്ന് മാളികമുറിയിലെ ശുശ്രൂഷ അങ്ങനെ സമാപിച്ചു. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൈവപുത്രനെ റോമൻ പടയാളികൾ ക്രൂശിക്കുവാനായി ബന്ധിച്ചു. പീലാത്തോസിന്റെ കൽത്തളം മുതൽ ഗാഗുൽഥായുടെ നെറുക വരെയും ദൈവപുത്രൻ അനുഭവിച്ച പങ്കപ്പാടുകൾ ഒരു മനുഷ്യനാലും വർണ്ണിക്കുവാൻ അസാധ്യമാണ്. ഭാരമേറിയ പച്ചമര കുരിശു ചുമന്ന് ചാട്ടവാറടിയേറ്റ് പലയിടത്തും ഇടറി വീണും എഴുന്നേറ്റും ഇടറി വീണും എഴുന്നേറ്റും ആ കൊലമരം ചുമന്ന് ഗാഗുൽഥായുടെ നെറുകയിലെത്തിയ യേശു കർത്താവ് രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ നിന്ദിതനായി ക്രൂശിക്കപ്പെട്ട ഒടുവിൽ സ്വന്തം തോളിന്മേൽ തലചായ്ച്ച് തൻ്റെ പ്രാണൻ വിട്ട ശേഷം യേശു ക്രൂശിൽ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച ശേഷം അതുവരെ അവൻ്റെ മേൽ വരുത്തിയ പങ്കപ്പാടുകൾ കൊണ്ട് അരിശമടങ്ങഞ്ഞ് ഒരു റോമൻ സൈനികൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൂർത്ത കുന്തം കൊണ്ട് ആ തിരുമാറുവിൽ ആഞ്ഞു കുത്തി എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. കുന്തത്തിൻ്റെ കുത്തേറ്റ ചങ്കു പിളർന്നു. അവിടെ നിന്ന് രക്തവും വെള്ളവും പുറത്തേക്ക് പ്രവഹിച്ചു. ഈ രാത്രി വചനത്തിന് മുമ്പിലിരിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, നിങ്ങൾ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സെക്കരിയാവ് വിളിച്ചു പറഞ്ഞ ആ ഉറവ പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി തുറക്കപ്പെടുമെന്ന പ്രവാചകൻ പ്രഖ്യാപിച്ച ആ ഉറവ കാൽവരിയുടെ നെറുകയിൽ യേശുവിൻ്റെ നെഞ്ച് പിളർന്ന് പുറത്തേക്ക് പൊട്ടിയൊഴുകി. നമുക്കറിയാവുന്നതുപോലെ അന്ന്
അവിടെ വെച്ച് അപ്പോൾ തന്നെ ആ ഉറവ ഒരുത്തനെ കഴുകി ശുദ്ധീകരിച്ചു. ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നാം സുറിയാനി ക്രിസ്ത്യാനികൾ പെട്ടെന്ന് മറുപടി പറയും, വലത്തുഭാഗത്തെ കള്ളൻ. ബൈബിളിൽ ഒരിടത്തു പോലും അവനെക്കുറിച്ച് അങ്ങനെ വലത്തുഭാഗത്തെ കള്ളൻ എന്ന് പറയുന്നില്ല. പിന്നെ ഈ നല്ല കള്ളൻ വലത്തുഭാഗത്ത് തന്നെ കിടക്കുന്നതിനോട് എനിക്ക് വലിയ പരാതിയുമില്ല. ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, ഈ കള്ളനെക്കാട്ടിൽ പഠിച്ച കുറേ കള്ളന്മാർ നമ്മുടെയൊക്കെ ഇടവകളിലുണ്ട്. പള്ളിയിൽ വരുന്നവരാണ്, വല്ലപ്പോഴുമൊക്കെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരാണ്. കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനാ വേളയിൽ അവരും എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കോചവും കൂടാതെ ഇങ്ങനെ പറയാറുണ്ട്, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ടതുപോലെ എന്നെയും കൈക്കൊണ്ട് തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ബഹുമാനപ്പെട്ട പട്ടക്കാരൻ പറഞ്ഞു തരുന്ന ഒരു വാചകമുണ്ട്, നാം പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു വാചകം. എന്താ വാചകം? സത്യമായി അനുതപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ. അപ്പോൾ ഓർക്കണം, സത്യമായി അനുതപിക്കുന്നവരെ കൈക്കൊള്ളുന്ന ദൈവം എന്ന് വെച്ചാൽ സത്യാനുതാപത്തോടു കൂടെ അല്ലാതെ ചങ്ക് തകരാത്ത, കണ്ണ് നിറയാത്ത ഒരനുതാപ പ്രാർത്ഥനയും പള്ളിയുടെ റൂഫിനപ്പുറത്തേക്ക് ചെല്ലത്തില്ല എന്നു തന്നെയാണ് ആ വാചകത്തിന്റെ അർത്ഥം. അന്ന് അവിടെ സംഭവിച്ചത് എന്താ? അനുതപിച്ച കള്ളൻ ആ നിമിഷത്തിൽ ആ രക്തത്തിന്റെ വിലയറിഞ്ഞു. ഞാൻ ആ സംഭവത്തിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. അവിടെ വെച്ചു തന്നെ ആ ഉറവ അവനെ കഴുകി ശുദ്ധീകരിച്ചു. നീണ്ട പ്രാർത്ഥനയൊന്നും അവൻ കഴിച്ചില്ല, ഒരൊറ്റ വരി പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? എന്നെയും ഓർക്കണമേ, എന്നെയും ഓർക്കണമേ. നാം ഓർക്കണം, അതിനു മുമ്പ് മതപുരോഹിതന്മാരും ന്യായാധിപന്മാരും പുരുഷാരവുമൊക്കെ യേശുവിൻ്റെ നേരെ ഒന്നിനു പുറകെ ഒന്നായി തൊടുത്തുവിട്ട 100 ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു വാക്കുപോലും മറുപടി പറയാതെ നിശബ്ദനായി നിന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ ദുഷ്പ്രവർത്തിക്കാരൻ്റെ ഒറ്റവരി പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ മറുപടി കൊടുത്തു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ. ഹല്ലേലൂയ. അനുതപിച്ച കള്ളൻ അപ്പോൾ അവിടെ വെച്ചു തന്നെ ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു. അവിടെ നിന്ന് ഉറവ താഴേക്കൊഴുകി വന്നു. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ പശ്ചാത്തപിച്ച 3000-ഓളം ആളുകളെ നിമിഷത്തിനകം ഈ ഉറവ കഴുകി ശുദ്ധീകരിച്ചു. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ തർസോസിലെ സൗലിനെ ദമസ്കോസിന്റെ പടിവാതുക്കൽ ഈ ക്രൂശിലെ രക്തത്തിന്റെ ഉറവ കഴുകി ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. ഇന്നേക്ക് 39ഓളം വർഷങ്ങൾക്ക് അപ്പുറത്ത് ഒരു രാത്രി യോഗം അലങ്കോലപ്പെടുത്താൻ മദ്യപിച്ച അബോധാവസ്ഥയിൽ മദ്യപാനികളായ സുഹൃത്തുക്കളെ സംഘടിപ്പിച്ച് കരുക്കൾ നീക്കിക്കൊണ്ടിരുന്ന എന്നെ ഈ ഉറവ കഴുകി ശുദ്ധീകരിച്ചതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ ഇത്ര ആവേശത്തോടെ പ്രസംഗിക്കാൻ കാരണം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറുന്നതിന് മുമ്പ് വളരെ സ്നേഹത്തോടെ നിങ്ങളോടുള്ള ബഹുമാനത്തോടെ ഒന്ന് ചോദിക്കട്ടെ. ജീവിതയാത്രക്കിടയിൽ എപ്പോഴെങ്കിലും ഈ ക്രൂശിന്റെ ചുവട്ടിൽ ഒരു നിമിഷമൊന്ന് നിന്ന് ഈ ക്രൂശിതന്റെ നേരെ വിശ്വാസത്തിന്റെ കണ്ണൊന്നുയർത്തി എന്നെയും ഓർത്തുകൊള്ളണേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ സഹോദര സഹോദരി, പ്രിയ പിതാവേ, പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട യുവാവേ, യുവതിയെ, നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരാത്മശോധന ഈ രാത്രി ഉണ്ടാകണം. നിന്റെ ദുരഭിമാനം ഇതുവരെയും നിന്നെ അങ്ങനെ ഒന്ന്
പ്രാർത്ഥിക്കാൻ, ക്രൂശിന്റെ ചുവട്ടിൽ ഒന്ന് ചെല്ലാൻ, ആ ഉറവയിൽ നിന്റെ ജീവിതത്തെ ഒന്ന് കഴുകാൻ, നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നിന്റെ ദുരഭിമാനം ഇനിയും നിന്നെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ സഹോദര സഹോദരി, നീ മുറുകെ പിടിക്കുന്ന നിന്റെ ദുരഭിമാനത്തിന് നാളെ നീ നൽകേണ്ടി വരുന്ന വില നരകമായിരിക്കും എന്നുള്ളത് ഓർത്തുകൊള്ളുക. ക്രൂശിലെ വിശുദ്ധ രക്തത്തിന്റെ ഉറവയിൽ കഴുകപ്പെട്ട ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ആ പല്ലവി പാടാൻ കഴിയും. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകണമല്ലോ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ആമീൻ. നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ, പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ. ഞങ്ങൾക്ക് വളരെ അടുത്ത ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കടമ്മനിട്ട. കടമ്മനിട്ടയിൽ ജനിച്ച പ്രഗത്ഭരായ പ്രശസ്തരായ പലരെയും നിങ്ങൾക്ക് പരിചയമുണ്ട്. കടമ്മനിട്ട രാമകൃഷ്ണൻ കവി ഉൾപ്പെടെയുള്ള ആളുകൾ. ഈ കടമ്മനിട്ടയിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് കടമ്മനിട്ട ബേബിച്ചൻ എന്നായിരുന്നു. കേരള സർക്കാർ സർവീസിൽ PWD വകുപ്പിൽ ഒരു ക്ലാർക്കായി ജോലി നോക്കുന്നതോടൊപ്പം വളരെ തീഷ്ണതയോടെ ദൈവരാജ്യ ശുശ്രൂഷ നിർവഹിച്ചെന്ന നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ. തൻ്റെ യൗവനപ്രായം കടിഞ്ഞാണില്ലാത്തൊരു കുതിരയെപ്പോലെ പാപത്തിൻ്റെ മേച്ചിൽപ്പുറക്കിൽ ഓടി നടന്ന ഈ പ്രിയപ്പെട്ട സഹോദരനെ ഒരിക്കൽ ക്രൂശിലെ സ്നേഹം ആകർഷിച്ചു. യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ തനിക്ക് സൗജന്യമായി ലഭിച്ച പാപമോചനത്തിൻ്റെയും ശാപമോചനത്തിൻ്റെയും സന്തോഷത്തിൽ കടമ്മനിട്ട ബേബിച്ചൻ ആത്മാവിൽ പാടിയ ഒരു പാട്ടിൻ്റെ വരികളാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുമാതിരി തൂങ്ങി വലിഞ്ഞ് പാടി അവസാനിപ്പിച്ചത്. പാടിയത് സത്യമായിരുന്നെങ്കിൽ അങ്ങനെ പാടിയാൽ പോരായിരുന്നു. എന്താ പാടിയത്? പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഇവിടെ എത്തിയോ എന്നറിഞ്ഞുകൂടാ. ഞങ്ങളുടെ മേഖലകളിലൊക്കെ ഇന്ന് വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒരു പുതിയ ശുശ്രൂഷയുണ്ട്, ശാപം മുറിക്കൽ, കേഴ്സ് ബ്രേക്കിംഗ്. പാട്ടുകാരൻ എന്താ പറഞ്ഞെന്നറിയാമോ? പാപം നീക്കിയപ്പം എന്തോടെ നീക്കി, ഇനി അതിന് പ്രത്യേകിച്ചൊരു ശുശ്രൂഷ ആവശ്യമില്ല. ക്രൂശിൽ നമ്മുടെ പാപം ചുമന്നൊഴിച്ചവൻ അതോടുകൂടെ നമ്മുടെ മേൽ കുമിഞ്ഞുകൂടിക്കടന്ന സകല ശാപങ്ങളെയും നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞവനാണ്. അതുകൊണ്ടാണത് പാടാൻ ഭക്തൻ അത്ര ആവേശം. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ, ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേ താൻ കൂടെ വാഴാൻ എന്ന് സാധ്യമോ? ഞാൻ കൃത്യസമയത്ത് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. പക്ഷെ നമുക്കൊരു പ്രാവശ്യം കൂടെ ആ പാട്ടൊന്ന് പാടണം. ഇപ്പോൾ പാടിയതുപോലെയല്ല, സന്തോഷമുള്ള ദൈവമക്കൾക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ശബ്ദമുയർത്തി താളത്തിൽ കരങ്ങൾ തട്ടി പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. വളരെ ചിട്ടയോടെ, വളരെ മനോഹരമായി ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഗായക സംഘത്തെ
ഹൃദയംഗമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ആദ്യമേ പറയേണ്ടിയിരുന്നു, നമുക്ക് ഗായക സംഘത്തോട് ചേർന്ന് ഈ പാട്ടിൻ്റെ ഇതേ ചരണം, പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, ഈ ചരണം, ഇതേ ചരണം ഒന്നിച്ച് ചേർന്ന് ശബ്ദമുയർത്തി നമുക്ക് ദൈവം തന്നിട്ടുള്ള ശബ്ദം അതിൻ്റെ പരമാവധി ഉച്ചത്തിലെടുത്തു തന്നെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ, പോക്കി എൻ്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ, നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കും നേരം കൂടെ വാഴാൻ ഇന്നു സാധ്യമോ, പാർക്കും നേരം കൂടെ വാഴാൻ ഇന്നു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ഹല്ലേലൂയ. എൻ്റെ ഉറവുകൾ ഒക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. കാൽവറിയിൽ തൻ്റെ ചങ്ക് തുറന്ന് പാപങ്ങളുടെ പരിഹാരത്തിനായി നമുക്കായി ഒഴുക്കിത്തന്ന അവൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ ഉറവാണ്. രണ്ടാമത് നാം വായിച്ച വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിച്ചു കേട്ടത്. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം പരിചയമുള്ളവരാണ് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും എന്ന് കരുതുന്നു. വിശ്വാസികളുടെ പിതാവായ വിശുദ്ധനായ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ ദീർഘവർഷങ്ങൾ വിശ്വസ്തദാസിയായി ശുശ്രൂഷ ചെയ്ത ഒരു അടിമ സ്ത്രീയാണ് ഹാഗാർ. അബ്രഹാം ഈ ഹാഗാറിനെ ഏതെങ്കിലും അടിമച്ചന്തയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതല്ല. മിസ്രൈമിലെ രാജാവ് അബ്രഹാമിന് നൽകിയ വിശേഷ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു പ്രത്യേക സമ്മാനമായിരുന്നു ഈ ഹാഗാർ എന്ന അടിമ സ്ത്രീ. പക്ഷെ ഇപ്പോൾ അവൾ കേവലം ഒരു അടിമ മാത്രമല്ല, യജമാനത്തിയുടെ വാക്ക് വിശ്വസിച്ച അബ്രഹാമിൻ്റെ മകനെ ഉദരത്തിൽ ചുമന്ന് അവന് ജന്മം നൽകിയവളാണ് ഹാഗാർ. അബ്രഹാമിൻ്റെ പുത്രനായ ഇസ്മായേലിൻ്റെ അമ്മ. ഈ അധ്യായത്തിൽ നാം ഈ അമ്മയെയും മകനെയും കാണുന്നത് വളരെ വേദനാജനകമായൊരു പരിതസ്ഥിതിയിലാണ്. അബ്രഹാമിനാൽ പരിത്യജിക്കപ്പെട്ടവളായി കൂടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹാഗാർ ബേർഷേബ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾക്ക് മീതെ തൻ്റെ മകൻ്റെ കൈക്ക് പിടിച്ച് ലക്ഷ്യമില്ലാതെ മുമ്പോട്ട് നടന്നു പോകുന്നു. സമ്പന്നനായ അബ്രഹാം കൊടുത്തയച്ച തുരുത്തിയിലെ വെള്ളവും അപ്പക്കഷ്ണങ്ങളും ഇതിനോടകം തീർന്നിരിക്കുന്നു. ഒരു ദിവസം വിശന്നൊട്ടിയ വയറുമായി, വരണ്ട ഉണങ്ങിയ നാവുമായി മരണത്തോടടുക്കുന്ന ഇസ്മായേൽ തൊണ്ട നനക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി പ്രതീക്ഷയോടെ തൻ്റെ പെറ്റതള്ളയുടെ മുഖത്തെ കുറ്റുനോക്കുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ മരണം കാണാൻ മനക്കരുത്തില്ലാത്ത ഈ സ്ത്രീ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ കൊണ്ടുചെന്നിട്ടിട്ട് അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരേക്ക് മാറിയിരുന്നു കരയുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് കരയുന്ന ഒരമ്മ. ഹാഗാറേ, അബ്രഹാം നിന്നെ കൈവിട്ടേക്കാം, എന്നാൽ മരുഭൂമിയിൽ കൈവിടാത്ത അബ്രഹാമിൻ്റെ ദൈവമുണ്ട്. അവൻ നിനക്ക് വെളിപ്പെടാൻ പോവുകയാണ്. നാം എന്താ വായിക്കുന്നത്? ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളൊരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. അവൻ ക്രൂശിലെ രക്തത്തിൻ്റെ ഉറവയിൽ
നമ്മെ കഴുകി പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നവൻ മാത്രമല്ല, മരുഭൂമിക്ക് തുല്യമായ ജീവിതാനുഭവങ്ങളിൽ തക്ക സമയത്തു നമുക്കായി കരുതലിന്റെ ഉറവുകൾ തുറന്നു തരുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ പ്രസംഗകനല്ല. സമൃദ്ധിയുടെ സുവിശേഷം എൻ്റെ പ്രസംഗ വിഷയമല്ല. എല്ലാവരും ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ ഇപ്പോൾ 1.5 കോടി വന്ന് കയറും എന്ന് ഞാൻ പ്രസംഗിക്കാറില്ല. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകുമെന്നൊന്നും ഞാൻ പാടാറില്ല. ഞാൻ പ്രസംഗിക്കുന്നത് പ്രോവിഡൻസ് ഗോസ്പലാണ്, കരുതലിൻ്റെ സുവിശേഷമാണ്. എനിക്കുറപ്പുണ്ട്, ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ചിലരൊക്കെ കഴിഞ്ഞ നാളുകളിൽ അവരുടെ ജീവിതത്തിൻ്റെ ചൂടേറിയ അനുഭവങ്ങളിൽ തക്ക സമയത്ത് തമ്പുരാൻ തുറന്ന കരുതലിൻ്റെ ഉറവകൾ കണ്ടവരാണ്, അതിൽ നിന്ന് അനുഭവിച്ചവരാണ്. അവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിത യാത്രയിൽ നാമൊക്കെ ചിലപ്പോൾ ഇത്തരം ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അന്താളിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകും, അടുത്ത ചുവട് എവിടെ വെക്കും, എങ്ങനെ ഈ പ്രതിസന്ധി തരണം ചെയ്യും എന്നൊക്കെ വിചാരപ്പെട്ട ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ. മാനുഷികമായ എല്ലാ സഹായങ്ങളും വിഫലമായി തീരുന്ന ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ. മാരകമായ രോഗത്തിന് മുമ്പിൽ വൈദ്യശാസ്ത്രം നിസ്സഹായതയോടെ കൈമലർത്തി കാട്ടുന്ന ചില നിമിഷങ്ങൾ. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളുടെ മുമ്പിൽ അന്താളിച്ചു നിന്നപ്പോൾ തക്ക സമയത്ത് കരുതലിൻ്റെ ഉറവകൾ നമുക്കായി തുറന്നു തന്ന ഒരു ദൈവമില്ലേ? ഇന്ന് രാത്രി അവൻ്റെ സന്നിധിയിൽ എങ്ങനെ നമുക്ക് ഇങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. പുതിയ നിയമം നിങ്ങളുടെ ഒരു സഹോദരിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ജീവിതം തന്നെ മരുഭൂമിയായി മാറിപ്പോയവൾ. അവൾക്ക് വേദപുസ്തകം കൊടുക്കുന്ന പേർ 12 വർഷമായി രക്തസ്രവമെന്ന രോഗം ബാധിച്ച ഒരു സ്ത്രീ എന്നാണ്. ഈ രോഗം അവൾക്ക് നൽകിയ നഷ്ടങ്ങൾ പല വിധത്തിലുള്ളതാണ്. ഒന്ന്, രോഗനിമിത്തം അവളുടെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. ഒരസ്ഥിക്കോലമായി അവൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്, ഈ രോഗനിമിത്തം അവളുടെ ആസ്തി മുഴുവൻ നഷ്ടപ്പെട്ടു. ഉള്ളതെല്ലാം വിറ്റ് ചികിത്സയ്ക്ക് ചെലവാക്കി. ആരോഗ്യം നഷ്ടപ്പെട്ടവൾ, ആസ്തി നഷ്ടപ്പെട്ടവൾ. മാത്രമല്ല, ഈ രോഗനിമിത്തം അവളുടെ അഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ടവളാണവൾ. അന്നത്തെ ചട്ടവട്ടം അനുസരിച്ച്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച്, ഈ അസുഖം ബാധിച്ച ഒരു സ്ത്രീക്ക് 4 പേർ കൂടുന്നിടത്തെങ്ങും ചെന്ന് നിൽക്കാൻ പോലും അനുവാദമില്ല. ആലയത്തിൽ പ്രവേശിക്കാനോ ആരാധനയിൽ പങ്കെടുക്കാനോ അവൾക്ക് അനുവാദമില്ല. അശുദ്ധയെന്ന് വിധി കൽപ്പിച്ചു പാളയത്തിന് പുറത്ത് കളിച്ചുകൊള്ളണം എന്നാണ് അവളെക്കുറിച്ച് മോശയുടെ നിയമം അനുശാസിക്കുന്നത്. ഇങ്ങനെ ജീവിതം തന്നെ മരുഭൂമിയായി മാറിയവൾ, അവൾ തൻ്റെ കുടിലിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ കാതിൽ ഒരു വർത്തമാനമെത്തി. നസ്രായനായ യേശു ഈ വഴി കടന്നു വരുന്നു. യേശു എന്ന പേരിൻ്റെ 2 അക്ഷരം ആ ബലഹീനമായ ശരീരത്തിൽ ഒരു പുതുബലം പകർന്നു നൽകി. അവൾ ഉള്ള ശക്തി സംഭരിച്ചു വീടിന് വെളിയിലേക്ക് വന്നു നോക്കുമ്പോൾ വഴിയിൽ ഒരു വലിയ ജനാവലിക്ക് നടുവിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിൽ കർത്താവ്. അവർ മുന്നോട്ട് നടക്കുകയാണ്. പള്ളിപ്രമാണിയായ യായിറോസിന്റെ വീടാണ് ഇവരുടെ ലക്ഷ്യം. ഈ സഹോദരി
ആൾത്തിരക്കിനിടയിലൂടെ മുന്നോട്ട് വളരെ ശ്രമിച്ച് മുന്നോട്ട് ചെല്ലുകയാണ്. അവൾക്കൊരാഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും യേശുവിനടുത്തൊന്ന് ചെല്ലാൻ കഴിഞ്ഞാൽ, എൻ്റെ സങ്കടം അവനോടൊന്ന് ഉണർത്തിക്കാൻ കഴിഞ്ഞാൽ, അവൻ എന്നെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ തനിക്ക് കഴിയുന്നില്ല. ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷകളുടെ എല്ലാ വഴികളും അവരുടെ മുമ്പിൽ അടയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു പെരുവഴി ദൈവം അവളുടെ ഹൃദയത്തിൽ തുറന്നു കൊടുത്തു. അവളുള്ള ശക്തി സംഭരിച്ച് ആ ശോഷിച്ച കരങ്ങൾ ആളുകൾക്കിടയിലൂടെ മുന്നോട്ട് നീട്ടി ആ കൈ ചെന്നു തൊട്ടത് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലാണ്. പെട്ടെന്ന് അത്ഭുതം സംഭവിക്കുന്നു. സൗഖ്യത്തിൻ്റെ ശക്തി യേശുവിൽ നിന്ന് അവളുടെ ശരീരത്തിലേക്ക്. അവൾ അറിഞ്ഞു തനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. യേശു അറിഞ്ഞു തന്നിൽ നിന്നാരോ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു നിന്നു, സ്ത്രീ നിന്നു, ശിഷ്യന്മാർ നിന്നു, പുരുഷാരം നിന്നു. ആ പ്രൊസഷൻ അവിടെ നിശ്ചലമാകുന്നു. കർത്താവ് തിരിഞ്ഞു ചോദിക്കുന്നത് വളരെ രസകരമായൊരു ചോദ്യമാണ്. എന്നെ തൊട്ടത് ആർ? എനിക്ക് തോന്നുന്നത് പത്രോസ് ചോദിച്ചു കാണും, കർത്താവേ എന്തൊരു മണ്ടൻ ചോദ്യം. ഇവിടെ റോമൻ കത്തോലിക്കർ മുതൽ സിലോൺ ബന്ധക്കോസ്തുകാർ വരെ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുമ്പോൾ ഇതിനിടയ്ക്ക് ആരാണ്ട് നിന്നെ തൊട്ടെന്നോ? കർത്താവ് പറയും, അല്ല പത്രോസെ, ഇട്ടു തട്ടിയതല്ല, ആരോ എന്നെ തൊട്ടിരിക്കുന്നു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ പള്ളിക്കകത്ത് 10, 100, 150 ആളുകൾ വന്നിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ഒരുപക്ഷെ അങ്ങ് ദൂരെ വീട്ടിലിരുന്ന് ഓൺലൈനിൽ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആയിരിക്കുന്നിടത്ത് ആ വിശ്വാസത്തിൻ്റെ കരം നീട്ടി യേശുവിനെ ഒന്ന് തൊടുമെങ്കിൽ മരുഭൂമിയായി മാറിയ നിന്റെ ജീവിതത്തെ ഹല്ലേലൂയ മരുപ്പച്ചയാക്കി മാറ്റാൻ, അനുഗ്രഹത്തിൻ്റെ പൂങ്കാവനമാക്കി തീർക്കാൻ യേശു കർത്താവ് മതിയായവനാണ്. അവൻ മരുഭൂമിയിൽ കരുതലിൻ്റെ ഉറവകൾ തുറക്കുന്നവനാണ്. അച്ഛൻ പറഞ്ഞല്ലോ 35 വർഷങ്ങൾ ശുശ്രൂഷ മേഖലയിൽ കടന്നു വന്ന വഴികളെല്ലാം സുഖകരമായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ജീവിതത്തിലെല്ലാം നേട്ടങ്ങളല്ലായിരുന്നു. എന്നാൽ ഇന്നു രാത്രി അഭിമാനത്തോടെ ദൈവവചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടൊന്നെനിക്കറിയാം, കടന്നുപോയ അനുഭവങ്ങൾ സുഖകരമായാലും ദുഃഖകരമായാലും, ലാഭമായാലും നഷ്ടമായാലും, നേട്ടങ്ങളായാലും കോട്ടങ്ങളായാലും, മരുഭൂമിയിൽ ഉറവ തുറക്കുന്നവൻ കൂടെ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങൾ പറയാൻ ആശയുണ്ട്. വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കണമല്ലോ. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ച് ഞാൻ നിർത്തിക്കൊള്ളട്ടെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം, 17-ാമത്തെ വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. സിംഹാസനത്തിൽ ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയ്ച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. പ്രത്യാശയുടെ ഉറവ 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പത്മോസിന്റെ വിജനതയിൽ ദൈവവചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഏകാന്ത തടവിൽ കഴിയുന്ന അപ്പോസ്തലനായ യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മാവിവശനായപ്പോൾ ഭാവികാല സംഭവങ്ങൾ, രഹസ്യങ്ങളുടെ തിരശീല തനിക്ക് മുമ്പിൽ നീക്കി ദൈവാത്മാവ് പ്രദർശിപ്പിച്ചു കൊടുത്തത് ഓരോന്നായി രേഖപ്പെടുത്തുമ്പോൾ 7-ാം അധ്യായത്തിൽ യോഹന്നാൻ കാണുന്ന മനോഹരമായ ഒരു സ്വർഗീയ ദർശനം, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനങ്ങൾക്ക് മുമ്പിൽ
ശുഭ്രവസ്ത്രധാരികളായി കുരുത്തോലകൾ ഏന്തി നിൽക്കുന്ന എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം ഏക സ്വരത്തിലും ഏക ആത്മാവിലും ഇങ്ങനെ ആർത്തു പാടി ആരാധിക്കുന്നു. രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. ഈ രക്ഷിത സമൂഹത്തിൻ്റെ ആരാധനയിൽ സ്വർഗീയ അന്തരീക്ഷം മുഖരിതമാകുമ്പോൾ അവിടെ ഒരു മൂപ്പൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു, ഇവർ ആർ? എവിടെ നിന്ന് വന്നവർ? മറുപടിയും അവിടെ തന്നെയുണ്ട്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ മാത്രമല്ല, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണിവർ. ഇവരെ കുറിച്ച് അവസാന വാക്യത്തിൽ ആത്മാവ് പറയുന്നു, സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയ്ച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ഉറവയിൽ കഴുകപ്പെട്ടവരും ഈ ലോകത്തിലെ മരുഭൂമിക്ക് തുല്യമായ കഷ്ടാനുഭവങ്ങളിൽ അവന്റെ കരുതലിന്റെ ഉറവയിൽ നിന്ന് അനുഭവിച്ച് അവനെ ആരാധിക്കുകയും ചെയ്യുന്ന തൻ്റെ ജനത്തിനായി അനധിവിദൂര ഭാവിയിൽ അവൻ പ്രത്യാശയുടെ പുത്തൻ ഉറവ തുറക്കാൻ പോകുകയാണ്. ആ ഉറവെങ്കിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അവിടെ വെച്ച് അവൻ്റെ തങ്കക്കരങ്ങൾ കൊണ്ട് നമ്മുടെ കണ്ണുകളിൽ നിന്ന് ദുഃഖത്തിൻ്റെ കണ്ണുനീർ കണങ്ങളെ എന്നേക്കുമായി മായ്ച്ചു കളയുന്ന നിത്യാനന്ദം നമ്മുടെ ശിരസ്സിൻ്റെ മേൽ പകരുന്ന പ്രത്യാശയുടെ ഉറവ തുറക്കാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട സന്നോജൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ കുടുംബമായി ഇന്ന് കടന്നു പോകുന്ന തീവ്രമായ ദുഃഖാനുഭവത്തെക്കുറിച്ചും സൂചിപ്പിച്ചല്ലോ. ദൈവം 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ദാനമായി നൽകി. ഇളയ മകൻ ജോയൽ 2018 പ്രളയകാലത്ത്, ഇപ്പോൾ കോവിഡ് കാലത്ത് ഇടവക യുവജന സഖ്യത്തോട് ചേർന്ന് നിന്ന് അതിൻ്റെ ശുശ്രൂഷകളിൽ വളരെ സജീവമായി ശക്തമായി നിലനിന്നിരുന്ന പ്രിയപ്പെട്ട ജോയൽ 2020 നവംബർ മാസം 9-ാം തീയതി തിങ്കളാഴ്ച 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയി. രാത്രി 10:30 മണിക്ക് ദുരന്ത വാർത്ത തേടിയെത്തുകയാണ്. ഒരപകടത്തിൽപ്പെട്ട് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ വിട്ട് കടന്നു പോയിരിക്കുന്നു. 2020 നവംബർ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച മാരാമൺ ഇടവകയുടെ സെമിത്തേരിയിലെ ഒരു ഇടുങ്ങിയ സെല്ലിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മൃതശരീരം സംസ്കരിക്കുമ്പോൾ സ്നേഹിച്ചു വളർത്തിയ മകൻ്റെ മുഖത്ത് അവസാനത്തെ ചുംബനങ്ങൾ അർപ്പിച്ച തുണി വലിച്ച മുഖം മറയ്ക്കുമ്പോൾ, പെട്ടി അടയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രത്യാശയും സമാധാനവും അതൊന്നു മാത്രമായിരുന്നു. കർത്താവേ, ഇവിടെ ഇപ്പോൾ ഈ സെമിത്തേരിയിൽ ഞങ്ങൾ അല്പകാലത്തേക്ക് പിരിയുന്നു. അവിടെ ആ പ്രത്യാശയുടെ ഉറവെങ്കിൽ നിന്നെ ആരാധിക്കുന്ന എണ്ണിക്കൂടാത്ത പുരുഷാര ശുഭ്രവസ്ത്രധാരികളായി കുരുത്തോലകൾ ഏന്തി നിന്നെ ആരാധിക്കുന്നവരുടെ സമൂഹത്തിൽ ഒത്തുകൂടുമ്പോൾ അവിടെ ഞങ്ങൾ വീണ്ടും കണ്ടുകൊള്ളാം. വചനം പറയുന്നു, സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എനിക്കുറപ്പുണ്ട്, നാം സ്നേഹിച്ചവരും നമ്മെ സ്നേഹിച്ചവരുമായി എത്രയോ പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശയോടെ യാത്ര അയച്ചവർ ഇന്ന് രാത്രിയിൽ ഈ പള്ളിക്കകത്തും പുറത്തുമായി ഈ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ വ്യർത്ഥമല്ല. നമ്മുടെ കർത്താവ് മടങ്ങി വരിക തന്നെ ചെയ്യും. പ്രത്യാശയുടെ ഉറവെങ്കിൽ അവൻ നമ്മെ ചേർക്കും. കണ്ണുകളിൽ നിന്ന് ദുഃഖത്തിൻ്റെ കണ്ണുനീർത്തുള്ളികളെ എന്നേക്കുമായി അവൻ മായ്ച്ചു കളയുന്ന പ്രത്യാശയുടെ ഉറവ നമുക്ക് മുമ്പിലുണ്ട്.
കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ധ്യാന പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവ കഥ ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്ന വയോധികനായ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് സാമുവൽ മോറിസൺ എന്നാണ്. പ്രായം വളരെ ചെന്നു, ശാരീരികമായ അവശതകൾ, ക്ഷീണങ്ങൾ തന്നെ അലട്ടാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ശുശ്രൂഷ മതിയാക്കി സ്വന്തം നാട്ടിലേക്ക്, അമേരിക്കയിലേക്ക് തിരികെ പോകാൻ അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്. കപ്പലിലാണ് മടക്കയാത്ര. സാമുവൽ മോറിസൺ തൻ്റെ സ്വദേശമായ അമേരിക്കയിലേക്ക് മടങ്ങുന്ന അതേ കപ്പലിൽ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന തിയഡോർ റൂസ്വെൽറ്റും യാത്ര ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് റൂസ്വെൽറ്റ് ആഫ്രിക്കയിലേക്ക് പോയത് സുവിശേഷ വേലയ്ക്കല്ല, തൻ്റെ അവധിക്കാലം മൃഗവേട്ടയ്ക്കും വിനോദത്തിനുമൊക്കെയായി കുറച്ചു ദിവസങ്ങൾ അവിടെ ചെലവിട്ടിട്ട് പ്രസിഡന്റും ഇതേ കപ്പലിലാണ് മടക്കയാത്ര. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഈ കപ്പൽ അമേരിക്കൻ തുറമുഖത്തടുത്തു. പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വലിയ സന്നാഹങ്ങൾ അവിടെ ഒരുക്കപ്പെട്ടിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയിൽ സൈന്യ സമേതനായി പ്രസിഡന്റിനെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ ആഫ്രിക്കയിൽ ദൈവരാജ്യത്തിനു വേണ്ടി ചെലവിട്ട വയോധികനായ ക്ഷീണനായ ഈ ദൈവദാസനെ ഒന്ന് കാണാനോ സ്വീകരിക്കാനോ ഒരു നല്ല വാക്ക് പറഞ്ഞൊന്ന് അഭിനന്ദിക്കാനോ ആ തുറമുഖത്ത് ആരും എത്തിയിരുന്നില്ല. അദ്ദേഹം ഒരു ടാക്സി വിളിച്ച് വീട്ടിലെത്തി. വൈകുന്നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കി ഇരിക്കുമ്പോഴും തുറമുഖത്തെ രംഗങ്ങൾ ഭക്തൻ്റെ മനസ്സിൽ ഇങ്ങനെ പൊന്തി വരികയാണ്. കർത്താവിനോട് വളരെ പരിഭവത്തോടെ പറഞ്ഞു, കർത്താവേ, നീ കണ്ടല്ലോ, വിനോദത്തിന് പോയി മൃഗവേട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന പ്രസിഡന്റിനെ സ്വീകരിക്കാൻ എന്തെല്ലാം ഒരുക്കങ്ങളായിരുന്നു അവിടെ. പക്ഷേ നിനക്ക് വേണ്ടി, നിന്റെ നാമത്തിനു വേണ്ടി ഒരു ജീവിതം മുഴുവൻ ആഫ്രിക്കയുടെ മണ്ണിൽ ചെലവിട്ട് സ്വന്തം നാട്ടിൽ ഞാൻ തിരിച്ചെത്തിയപ്പോൾ എന്നെ ഒന്ന് സ്വീകരിക്കാനോ ഒരു നല്ല വാക്ക് പറയാനോ അവിടെ ആരെയും കണ്ടില്ലല്ലോ എന്നൊക്കെ പദം പറഞ്ഞ് കരയുമ്പോൾ പ്രാർത്ഥനാമുറിയിൽ തൻ്റെ തോളിൽ ആരോ സ്പർശിക്കുന്നത് പോലെ കാതിൽ വളരെ മൃദുവായ ദൈവത്തിൻ്റെ ശബ്ദം ഭക്തൻ ഇങ്ങനെ കേട്ടു, മകനെ മോറിസൺ, നീ ഇതുവരെയും നിന്റെ തുറമുഖത്ത് വന്നിട്ടില്ല. നീ ഇതുവരെയും നിന്റെ തുറമുഖത്ത് വന്നിട്ടില്ല. ഒരു നാളിൽ നിന്റെ ശുശ്രൂഷയും ജീവിതവും പൂർത്തീകരിച്ച് നീ നിത്യതയുടെ തുറമുഖത്ത് വന്നു ചേരും. അന്ന് അവിടെ നിന്നെ സ്വീകരിക്കാൻ കോടാനുകോടി ദൂതന്മാരുടെ കൂടെ ഞാൻ അവിടെ നിൽക്കും. നീ അവിടെ വരുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് വന്ന് കരം പിടിച്ചിട്ട് പറയും, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിനു വിചാരകനാക്കും. വരിക, എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് പറഞ്ഞ് ഞാൻ തന്നെ നിന്നെ സ്വീകരിച്ച് നിത്യരാജ്യത്തിലേക്ക് ആനയിക്കും. നീ ഇതുവരെ നിന്റെ തുറമുഖത്ത് വന്നിട്ടില്ല. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. കർത്താവേ, എൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഉറവ നിന്നിലാണ്. ഞാൻ അനുഭവിക്കുന്ന നന്മകളുടെ കരുതലിൻ്റെ ഉറവ നിന്നിലാണ്. എൻ്റെ പ്രത്യാശയും നിങ്ങൾ മാത്രമാണ്. ഈ രാത്രി ഹല്ലേലൂയ, ഈ ദേവാലയത്തിനകത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കരങ്ങളെ ഒന്നുയർത്തിപ്പിടിച്ച് ആ സങ്കീർത്തന വാക്യം നമുക്ക് ചേർന്ന് പറയാം, എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. കരങ്ങളെ താഴ്ത്തിയിടാം, പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, കൺവെൻഷൻ്റെ പ്രാരംഭ യോഗത്തിൽ ഞങ്ങളുടെ നടുവിൽ പകർന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങളോട് ഇടപെട്ട പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിനായി സ്തോത്രം. അടുത്ത മകലെയും ഇരുന്ന് ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാവരെയും നീ ഒരുപോലെ ഈ രാത്രി അനുഗ്രഹിക്കണമേ.
എല്ലാറ്റിലൂടെയും തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.